ഇന്ന് രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എനിക്ക് കേട്ടോ. അങ്ങനെ ഒന്നും പേടിക്കാനില്ല, നമുക്കാണെങ്കിൽ എളുപ്പപ്പണിക്കുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഷോപ്പിങ്ങിന് പോയപ്പോൾ നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാന്ന് പറഞ്ഞത് പാക്കറ്റ് എടുത്ത് പൊട്ടിച്ചപ്പോൾ 10-12 ഇഡ്ഡലിന്ന് അത് എഴുതിയേക്കണ്ട് മതി, നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ. അങ്ങനെ അതിൽ പറഞ്ഞേക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്ത് വെള്ളവും തൈരും ഉപ്പൊന്നും ഇട്ടില്ല കേട്ടോ, ഉപ്പ് അതിൽ പറഞ്ഞിട്ടില്ല, അത് തന്നെ ഇട്ടിട്ടില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സിയിലൊക്കെ ഒന്ന് അടിച്ച് അത് എടുത്തു വെച്ചു. 5 മിനിറ്റ് കഴിഞ്ഞ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. 5 മിനിറ്റ് മാവ് എടുത്ത് നോക്കിയപ്പോഴാണെങ്കിലോ യാതൊരു അനക്കവും തട്ടാണ്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ 5 മിനിറ്റ് വച്ച സംഭവം ഞാൻ 1.5 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്ത് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടോ. അപ്പൊ 12 ഇഡ്ഡലി എന്ന് എഴുതിയിട്ട് ജസ്റ്റ് 9 ഇഡ്ഡലി, അത് തന്നെ ഞാൻ ആ പാത്രം വടിച്ചൊഴിച്ചാട്ടോ കിട്ടിയത് 9 ഇഡ്ഡലി. എന്നാലും കുഴപ്പമില്ല, 5 മിനിറ്റ് കൊണ്ട് ഇഡ്ഡലി ആവുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ ഇഡ്ഡലി പാത്രം തുറന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ നല്ല പണി കിട്ടിയെന്ന്. കാരണം ഇത്രയും കനത്തിലുള്ള ഇഡ്ഡലി ഞാൻ ഈ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. അങ്ങനെ വേറെ നിവൃത്തിയൊന്നുമില്ല, എന്തായാലും ഇഡ്ഡലി പ്ലേറ്റിലേക്ക് പകർത്തി. ആ സമയത്തായിരുന്നു കേട്ടോ എൻ്റെ അച്ഛൻ വന്നത്. അച്ഛൻ വന്നപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞു, ഈ ഇഡ്ഡലി കളയണ്ട, നല്ല ഇഡ്ഡലിയെ സൂക്ഷിച്ചു വെച്ചോ, മാങ്ങ എന്തായാലും പഴുക്കാനായി നിൽക്കല്ലേ, അപ്പൊ കണ്ണന് കൊടുക്കാം, മാവും എറിഞ്ഞ് പഠിക്കാനെന്നും പറഞ്ഞു. ഈ ഇൻസ്റ്റന്റ് ഇഡ്ഡലി പാക്കറ്റ് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോ ഞാനിട്ട ഐറ്റംസിന്റെ മെഷർമെന്റ് തെറ്റിയിട്ടാണോ എന്താണോ എനിക്കറിയില്ല. എൻ്റെ ഇഡ്ഡലി ഫുൾ ഫ്ലോപ്പ് ആയിരുന്നു, കല്ല് പോലെയായിരുന്നു ഇരുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉപയോഗിച്ചിട്ടുണ്ട് ശരിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പൊ ഇന്ന് ഇത്രയ്ക്കുള്ളൂ. ഓക്കെ, ബൈ, സീ യു.